ഹായ് ഗായ്സ്, അങ്ങനെ ദേ നമ്മൾ ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോയത് സബോയ് സ്ലീപ്പ് സലോണിലിട്ടാണ്. എന്തിനാണെന്നല്ലേ, ഒരു 2 hours ഡീപ്പ് സ്ലീപ്പ് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ അവർ തലയിൽ നമ്മുടെ ഹെഡ് സ്കാൽപ്പിൻ്റെ അനാലിസിസ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഹെഡ് സ്കാൽപ്പ് എങ്ങനെയാണ്, നമ്മുടെ തലമുടിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ്, അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിലൊരു ഈ ഹീറ്റിംഗ് ഐപാഡ് എല്ലാം വെച്ച് നമ്മളെ സെറ്റാക്കി അങ്ങ് കിടത്തുകയാണ്. അതിനുശേഷം കയ്യോടെ തന്നെ അവർ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആ കാണുന്ന ഇൻസ്ട്രുമെൻറ്റിൽ അവരൊരു മണിയെല്ലാം അടിച്ച് അതിൻ്റെതായ ഒരു മ്യൂസിക്, വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കും കേൾപ്പിച്ച് അതിനുശേഷം അവർ ഈ വെള്ളത്തിൻ്റെ ഒരു സാധനം എടുത്തിട്ട് ഈ ഗുൾപ്പ് 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 എന്ന് പറഞ്ഞൊരു സൗണ്ടൊക്കെ കേൾപ്പിച്ച് ശരിക്കും നമ്മളെ ഒരു റിലാക്സേഷൻ മൂഡിലേട്ടാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്നത്. അതിനുശേഷം അടുത്ത ആയുധം എടുത്ത് അവർ അതിൻ്റെ ഒരു എക്കയൊക്കെ നമ്മുടെ ചെവിയിലൂടെ കേൾപ്പിച്ച് എന്തോ ഒരു തൂവൽ വെച്ചിട്ട് നമ്മുടെ ചെവിയിൽ ഇച്ചിരി ഇക്കിളിയൊക്കെ കൂട്ടി അങ്ങനെ നമ്മൾ ശരിക്കും ഒരു റിലാക്സേഷൻ മൂഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അവർ മണപ്പിക്കുന്നത് നമ്മളെ ചൂസ് ചെയ്തത് ലെമൺ ഫ്ലേവറായിരുന്നു. അപ്പോൾ അതിൻ്റെ അരോമ നമ്മളെ മണപ്പിച്ചതിന് ശേഷം അവർ മസാജിങ്ങിലായിട്ട് കടന്നു. ഒരു മണിക്കൂർ ടു 1.5 മണിക്കൂറോളം ഫുൾ മസാജിങ് ആയിരുന്നു കേട്ടോ. അത് കൈ കൊണ്ടും പല ആയുധങ്ങൾ കൊണ്ടും അങ്ങനെ തലയിലും തലമുടിയിലും ഷോൾഡർ, നെക്ക്, അങ്ങനെ എല്ലാം മസാജൊക്കെ ചെയ്ത് അവരതിന് ശേഷം വാഷിങ്ങിലോട്ട് കടന്നു. അപ്പോൾ നമ്മുടെ തലമുടിയും നമ്മുടെ സ്കാൽപ്പിൻ്റെയും കണ്ടീഷൻ അനുസരിച്ച് അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റാണ് അവർ ചെയ്തത്. വാഷിങ്, കണ്ടീഷനിങ്, പിന്നെ സ്റ്റീമെല്ലാം കയറ്റി അങ്ങനെ അടിപൊളി സെറ്റപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശരിക്കും കൂർക്കം വലിച്ച് ഉറങ്ങി തന്നെ പറയാം. എഴുന്നേറ്റ് അവർ നമ്മളെ സെറ്റാക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ തലമുടിയെല്ലാം ഉണക്കി തന്നെ നമ്മളെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഹെർബൽ ടീ കൊണ്ട് തന്നിരുന്നു കുടിക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ബട്ടർ ബിസ്ക്കറ്റ്, അതൊരു സ്പെഷ്യലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഫുൾ ബട്ടറൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ്, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആദ്യം തന്നെ ഒരു ബബിൾ ടീ ആണ് കുടിച്ചത്. ബബിൾ ടീ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മേടിച്ച് കുടിച്ചതേ ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലെ വൈബ് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്ക് എന്താ പറയുക ഹോളിഡേയ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് ബബ്ലൂസ്ഥാനൊക്കെ കണ്ട് പൊട്ടനെ അത് മേടിച്ച് കഴിച്ചു. അതിനുശേഷം ഇവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള റൊട്ടി, ഇത് സ്വീറ്റ് റൊട്ടിയാണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ പൊറോട്ട അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നുട്ടല്ലയോ കണ്ടൻസ് മിൽക്കോ ബനാനാസോ അങ്ങനെ പല പല വെറൈറ്റിയിൽ അവരത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് എപ്പോഴും ബാങ്കോക്കിൽ പോകുമ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് അന്ന് രാത്രി. അങ്ങനെ അടിപൊളി ഡിന്നറെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ സുഖമായിട്ട് ഹോട്ടലിൽ പോയി കയറി വെച്ച് ഉറങ്ങിയിട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വരുന്ന വ്ളോഗുകളെല്ലാം എനിക്ക് കാണാം. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.